ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കെട്ടുകളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൗട്ട്സിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചാണ് ഈ സംഭവങ്ങളൊക്കെ. ആരെങ്കിലും സ്കൗട്ട്സിലുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കെട്ടാണ്. ഈ പ്ലാസ്റ്റിക് കയറുകളൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ജസ്റ്റ് കൂട്ടി കെട്ടിയാൽ ഇങ്ങനെ വിട്ടുപോരില്ല, പെട്ടെന്ന് വഴുതി പോരില്ല. അങ്ങനത്തെ കയറുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 കയറുകളാണെന്ന് വിചാരിക്കുക. അതിൽ ഈ ഫസ്റ്റത്തെ കയറെടുക്കുക, എന്നിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ കയറുമ്മേ ജസ്റ്റ് ഒരു കെട്ടിടുക. ഓക്കെ, ഇതിൻ്റെ അറ്റത്തൊരു കെട്ടിടുന്നതല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കയറെടുക്കുക, എന്നിട്ട് ആദ്യത്തെ കയറുമ്പോൾ ഒരു കെട്ടിടുക, ജസ്റ്റ് ഒരു കെട്ടിടുക. ഓക്കെ, കഴിഞ്ഞിട്ട് ഇതേ കണ്ടോ, നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും. നമ്മളത് പഠിപ്പിക്കുമ്പോൾ ആന വലിച്ചാൽ പോലും ഇത് വിട്ടുപോരില്ല എന്നാണ് റെന്നി ടീച്ചറൊക്കെ പറഞ്ഞിരുന്നത്. റെന്നി ടീച്ചറും ഷീജ ടീച്ചറൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. നിങ്ങൾക്ക് അഴക്കൊക്കെ കെട്ടാണെങ്കിൽ പ്ലാസ്റ്റിക് കയറാൻ കെട്ട് യൂസ് ചെയ്യാം കേട്ടോ. എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകെട്ട്. നിങ്ങൾ താലിയൊക്കെ കെട്ടാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ കെട്ടിൽ വേണം കെട്ടാൻ. ഓക്കെ, അതായത് ആദ്യം ഒരു ക്രോസ് ചെയ്യാം. ഓക്കെ, പിന്നെ ആദ്യം ക്രോസ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഒന്നും കൂടെ ക്രോസ് ചെയ്യാം. ഇപ്പോൾ കണ്ട ഇങ്ങനൊരു ഇത് വന്നില്ലേ, ഇതിനാണ് ആൺകെട്ട് എന്ന് പറയുക. ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കെട്ടാണ്. പിന്നെന്താ പറയുക, ഞാൻ കെട്ടെന്നാണ് പറയുക. പിന്നെ റീഫ് നോട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഓക്കെ, അടുത്തൊരു കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജീവരക്ഷാ കുടുക്ക് എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഇതിനെ ബോലൈൻ എന്നാണ് പറയുക. ഒരു കഥ വെച്ചിട്ടുണ്ട് നമ്മൾ പഠിപ്പിച്ചിരുന്നത്. ആദ്യം ഇങ്ങനെ കയറെടുക്കുക, കയറെടുത്തിട്ട് ഇവിടെ ഒരു കൊളട്ടാ, ഇതൊരു കൊളാന്ന് സങ്കല്പിക്കണം. ആദ്യം 6 പോലെ നമ്മൾ എടുക്കണം, എന്നിട്ടിത് കൊളാന്ന് സങ്കല്പിക്കണം. ഈ കുളത്തിൽ നിന്ന് ഇങ്ങനെ പാമ്പ് വന്ന്, ഓക്കെ, പാമ്പ് വന്നിട്ട് ഈ ഇവിടെയുള്ള മരം 6ൻ്റെ 1 പോലെയുള്ള സാധനം മരം, എന്നിട്ട് ഈ മരത്തുമ്പോൾ ചുറ്റിയിട്ട് വീണ്ടും കുളത്തിലോട്ട് അടിയിലോട്ട് പോയി കൊണ്ടോ. ഇങ്ങനൊരു ഏകദേശം ഇങ്ങനൊരു സംഭവമാണ് കിട്ടുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഊരാ കുടുക്ക് പോലെ വീണ്ടും ഇങ്ങനെ ചെറുതായി പോവില്ല, ഇതിവിടെ തന്നെയാണ് നിൽക്കുള്ളൂ. നമുക്കിപ്പോൾ ഒരാൾ വെള്ളത്തിലൊക്കെ വീണ് കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ എടുത്ത് വലിച്ചേറ്റാനുള്ള എന്തോ സെറ്റപ്പാണ്. നിങ്ങൾ സ്കൂളിലൊക്കെയാണ് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൗട്ട്സ്, ഗൈഡ്സ്, ഈ NCC NSS പോലുള്ള പ്രാക്ടിക്കലായിട്ട് നമ്മൾ കുറച്ചും കൂടി ഇൻവോൾവ് ആവുന്ന കുറച്ച് സംഭവങ്ങളിലൊക്കെ ചേരുന്നത് വളരെ നല്ലതാണ് കേട്ടോ. എനിക്ക് ഇത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലപ്പോഴൊക്കെ ഉപകരിക്കാറുണ്ട്. സോ ദിസ് ഇസ് day 16 of 100 ഡെയിലി ഷോർട്ട് വീഡിയോസ്. ശരി, ബൈ ബൈ, നാളെ കാണാം.